എവിടെ പാർവതിയുണ്ടോ അവിടെ ഭഗവാൻ കാണും. ഈ ലോകത്തുള്ള സകല പുരുഷന്മാരുടെയും ഇടതുഭാഗത്ത് വാമഭാഗത്ത് ഒരു പാർവതി ഉണ്ടാവും. സ്ത്രീയും ചിന്തിക്കണം, എൻ്റെ പ്രാണനാഥനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ പൂജിക്കലാണ് ഈ സ്ത്രീ എന്നുള്ള നിലയിൽ എൻ്റെ പരമമായ ധർമ്മം. മുഹൂർത്തം കുറിക്കുന്നതോടൊപ്പം ജ്യോത്സ്യൻ ശാന്തി മുഹൂർത്തം കൂടി കുറിക്കുമായിരുന്നു. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്താണ് ഇതൊന്നും ഇല്ലാതിരിക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ പറയുന്നില്ല. അല്ലാതെ കാണുന്നിടത്തൊക്കെ പോകാനും കാണുന്ന സ്ത്രീകളുമായി ഇടപെടാനും പ്രപഞ്ചത്തിലെ മുഴുവൻ ശക്തികളും പങ്കെടുത്ത ഒരേ ഒരു വിവാഹം മഹാദേവ പാർവതി സംഗമമാണ്. അതിൽ പങ്കെടുക്കാതെ മാറി നിന്ന ഒരൊറ്റയാളുണ്ട്. മാറി നിന്നതല്ല, മഹാദേവൻ പെട്ടെന്ന് ആരെ വിളിച്ചു? അഗസ്ത്യ മുനീശ്വരനെ വിളിച്ചു. അഗസ്ത്യരോട് പറഞ്ഞു, താങ്കൾ എത്രയും പെട്ടെന്ന് തെക്കേ ഇന്ത്യയിൽ എത്തണം. കേരളത്തിലാണല്ലോ വന്നത്. ഇപ്പോഴും ഉണ്ടല്ലോ അദ്ദേഹം, ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണല്ലോ. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാരം കൂടിയ ആളെന്നാണല്ലോ അഗസ്ത്യരെ കുറിച്ച് പറയുക. പൊക്കം കുറവും ഭാരം കൂടുതലുമാണ്. അദ്ദേഹത്തിൻ്റെ കമണ്ടലുവിൽ എത്രയോ കാലം കാവേരി നദി സുഖമായി ഉറങ്ങിയില്ലേ? അപ്പം അദ്ദേഹം ആരാ? മഹാദേവൻ തന്നെ. പാർവതിയുടെ പ്രായം അറിയാമല്ലോ, 16 വയസ്സാണ്. അതായത് നവയൗവനത്തിൻ്റെ എല്ലാ പ്രൗഢിയും ആ മഹാദേവൻ അവിടെ ഉണ്ടെങ്കിൽ അവിടെ ആര് കൂടെ കാണും? സ്വാഭാവികമായി ഭാരതീയ ദർശനമനുസരിച്ച് പാർവതിയും കാണും, ഉറപ്പാണ്. എവിടെ പാർവതിയുണ്ടോ അവിടെ ഭഗവാൻ കാണും. എവിടെ ഭഗവാൻ ഉണ്ടാകുമോ അവിടെ പാർവതിയും കാണും. കാരണം അവിടെ എന്തില്ല? ദ്വൈതമില്ല, രണ്ടെന്ന ഭാവം ഇല്ല. പിന്നെ എന്തേ ഉള്ളൂ? അദ്വൈതമേ ഉള്ളൂ. അദ്വൈതം എന്താണ്? ബ്രഹ്മം തന്നെ. അദ്വൈതം എന്ന വാക്കിൻ്റെ അർത്ഥം ബ്രഹ്മമെന്നാണല്ലോ, അല്ലേ? അതെങ്ങനെ സാധ്യമാകുന്നു? ഈ ലോകത്തുള്ള സകല പുരുഷന്മാരുടെയും ഇടതുഭാഗത്ത് വാമഭാഗത്ത് ഒരു പാർവതി ഉണ്ടാവും. അതായത് സ്ത്രീ ഉണ്ടാവും. സ്ത്രീ എന്ന് പറഞ്ഞാൽ പാർവതി. ലോകത്തുള്ള സർവ്വ സ്ത്രീകളും പാർവതീ ദേവിയുടെ അംശമാണെന്നാണല്ലോ അടിസ്ഥാന പ്രമാണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പുരുഷൻ്റെ പത്നിയായി വരുന്നവൾ പാർവതിയുടെ അംശം തന്നെ അല്ലേ? തന്നല്ലോ. അപ്പോൾ ഇവിടെ വേദിയിൽ ആരൊക്കെ ഉണ്ടായി? പാർവതിയുണ്ട്, പരമശിവനുണ്ട്. പരബ്രഹ്മസ്വരൂപനായ മഹാദേവനെയും പരബ്രഹ്മസ്വരൂപിണിയായ പരാശക്തിയുമായ പാർവതീ ദേവിയെയും സാക്ഷി നിർത്തിയിട്ടാണ് ഒരു യുവാവ് യുവതിയെ തൻ്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുന്നത്. തന്നല്ലോ. ജീവിത പങ്കാളിയായി സ്വീകരിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഒരു രണ്ടായിരുന്നത് ഒന്നായി മാറും. ദ്വൈതം മാറി അദ്വൈതത്തിൽ എത്തിച്ചേരും. എൻ്റെ ധർമ്മപത്നിയാണിവൾ, ഇന്നു മുതൽ ഇവൾ എൻ്റെ പ്രാണസഖിയാണ്. ആ വാക്ക് തന്നെ ഉപയോഗിക്കണം. പ്രാണസഖിയാണ്, അല്ലെങ്കിൽ പ്രാണൻ്റെ ഭാഗമാണ്. എനിക്ക് ഇവളിൽ നിന്ന് വേറിട്ടൊരു ജീവിതമില്ല. ആര് ചിന്തിക്കണം? പുരുഷൻ. സ്ത്രീയും ചിന്തിക്കണം, എൻ്റെ പ്രാണനാഥനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ പൂജിക്കലാണ് ഈ സ്ത്രീ എന്നുള്ള നിലയിൽ എൻ്റെ പരമമായ ധർമ്മം. ഭാരതീയ ദർശനമാണ് ഞാൻ പറയുന്നത്. എൻ്റെ പ്രാണനാഥനാണ് ഈ പുരുഷൻ. കാരണം എനിക്ക് വേല ചെയ്ത് കൊണ്ടുവന്ന് കാശ് കൊണ്ട് തന്ന് എൻ്റെ ലൗകിക ജീവിതം ഫാസുരമാക്കാൻ, സന്തോഷപ്രദമാക്കാൻ വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്ന ആളാണ് എൻ്റെ പ്രാണനാഥൻ, എൻ്റെ ഭർത്താവ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എനിക്ക് എൻ്റെ പ്രാണൻ്റെ പകുതിയാണ്. അദ്ദേഹം എൻ്റെ വലതുഭാഗത്തുണ്ടെന്ന് ധർമ്മശീലയായ ഒരു സ്ത്രീ വിചാരിക്കണം. എവിടെയുണ്ട്? വലതുഭാഗത്ത്. സ്ത്രീയുടെ വലതുഭാഗത്ത് പുരുഷൻ, പുരുഷൻ്റെ ഇടതുഭാഗത്ത് സ്ത്രീ. ഇതാണ് സങ്കല്പം. അപ്പോൾ വിവാഹം കഴിഞ്ഞു. വന്നവർക്കെല്ലാം സദ്യ കൊടുത്തു. വന്നവരുടെ ധർമ്മം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്താണ്? ഈ ദമ്പതികൾക്ക് ജനിക്കുന്ന കുഞ്ഞ് നാടിൻ്റെ പുണ്യമായി തീരണമേ എന്ന ഹൃദയമുരുകിയുള്ള പ്രാർത്ഥന നടത്തുന്നതിനാണ് സനാതന ധർമ്മ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഹിന്ദുമതത്തിൻ്റെ തത്വം. ഇതാരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ് എനിക്കറിയത്തില്ല. ഇത് ചെയ്യണം, ഇതിനാണ്, അല്ലാതെ ഉണ്ണാനല്ല, കുറ്റം പറയാനും അല്ല വരുന്നത്. സദ്യ അതിൻ്റെ ഒരു ഭാഗമാണ്. അന്നവിചാരം മുന്നവിചാരമെന്ന് നേരത്തെ നമ്മുടെ ജൂഡോ മാസ്റ്റർ പറഞ്ഞതുപോലെ ഇവിടെ അത് സത്യമാണ്. അപ്പോൾ അന്നവും കഴിച്ചു പോയി. ഈ വധൂവരന്മാർ പിന്നെ എന്താണ്? ആദ്യ രാത്രി എന്നുള്ള നിലയിൽ മണിയറയിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ പുരുഷൻ്റെ പ്രാർത്ഥനയും സ്ത്രീയുടെ പ്രാർത്ഥനയും ഉണ്ടാകണം. ഇന്നതൊന്നുമില്ല, അതെല്ലാം കളഞ്ഞു കുളിച്ചു.
സംസ്കാരമില്ലാത്ത ആളുകളുമായി അങ്ങനെയുള്ള ആളുകളുമായി ഇടപെട്ട് ഭാരതീയ സംസ്കാരം പലതും കുഴിച്ചു മൂടപ്പെട്ടു. അപ്പോൾ അതിനാണ് ശാന്തി മുഹൂർത്തം എന്നും പറഞ്ഞ് പണ്ട് ജ്യോതിശാസ്ത്രത്തിൽ ഒരു സമയം വെച്ചിരുന്നത്. വിവാഹ മുഹൂർത്തം കുറിക്കുന്നതോടൊപ്പം ജ്യോത്സ്യൻ ശാന്തി മുഹൂർത്തം കൂടി കുറിക്കുമായിരുന്നു. ഇപ്പോൾ അതേ ഒട്ടുമില്ലാതായി, ഒരിടത്തും ഇല്ലാതായി. എന്ന് വെച്ചാൽ ഇവർ സംഗമിക്കാനുള്ള സമയമാണെന്ന് തോന്നുന്നു ശാന്തി മുഹൂർത്തം. ആ സമയത്ത് സംഗമിച്ചാൽ അതിൽ ജനിക്കുന്ന കുഞ്ഞിന് എന്തുണ്ടാകും? സാത്വിക ഗുണമുണ്ടാകും, സൽഗുണങ്ങൾ ഉണ്ടാകും. നാടിൻ്റെ പുണ്യമായ ഒരു മുഹൂർത്തത്തിൽ ജന്മം കൊള്ളുകയും ചെയ്യും. അങ്ങനെയാണ് വിശ്വാസം. ഇപ്പോഴും അത് ആചരിക്കുന്ന അപൂർവം ചില സ്ഥലങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിൽ പലയിടത്തും ഉണ്ട്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്താണ് ഇതൊന്നും ഇല്ലാതിരിക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഒരു ജനനം. നേരത്തെ ചോദിച്ചു ഈ കാമക്രോധാദികളെല്ലാം വേണ്ടതല്ലേ എന്ന്. അതിൽ കാമമെന്ന് പറയുന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങൾ സംസ്കൃത ഭാഷയിലുണ്ട്. ആഗ്രഹം, മോഹം, വൈകാരികമായി ഇന്ദ്രിയങ്ങളെ ഉണർത്തിവിടലാണ് കാമം. വൈകാരികമായി ഇന്ദ്രിയങ്ങളെ ഉണർത്തുമ്പോഴാണല്ലോ വേണ്ടാധീനങ്ങൾ തോന്നുന്നതും വേണ്ടാത്ത പാപങ്ങളിലേക്ക് ആളുകൾ പോകുന്നതും, അല്ലേ? ഒരു സ്ത്രീ പുരുഷ ഭാര്യാഭർത്തൃ സംഗമത്തിലൂടെ പോലും അവിടെ എന്ത് പാടില്ല? വൈകാരിക തലം ഉണരാൻ പാടില്ല. ഇത് ഉപനിഷത്തുകൾ പറയുന്ന തത്വമാണ് ഞാൻ ഈ പറയുന്നത്. ഏത് കർമ്മം നിങ്ങൾ ഇപ്പം എൻ്റെ അടുത്ത് നിങ്ങൾ 3-4 പേര് ഇരിപ്പുണ്ട്. നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ട എൻ്റെ ഒരു പരമമായ തത്വമാണ് ഞാൻ പറയുന്നത്. വൈകാരിക തലം ഉണർത്തിയിട്ടാണ് നമ്മൾ ഏത് കർമ്മം ചെയ്താലും എന്ത് വാക്കുകൾ പറഞ്ഞാലും അതിൻ്റെ പിന്നിൽ ഒരു മോശമായ ദുഷ്ടമായ ഒരു പദ്ധതി ഉണ്ടായിരിക്കും. അതിൻ്റെ റിസൾട്ട് പരാജയവുമായിരിക്കും. ഇനി എന്തെങ്കിലും ഗുണം ഉണ്ടായാൽ തന്നെ അത് പ്രകാശമാനമാവുകയില്ല. ഒരാളോട് സംസാരിക്കുമ്പോൾ പോലും വൈകാരികത ഉണർത്തിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ കേൾക്കുന്ന ആളിന് അത് അരോചകം തന്നെയായിരിക്കും. ഇവനെന്താ ഇങ്ങനെ പ്രക്ഷോഭിതനായി വൈകാരികമായി സംസാരിക്കുന്നതെന്ന്. എന്നാൽ ആ വൈകാരിക തലത്തെ അമർച്ച ചെയ്യാൻ, അടക്കാൻ വേണ്ടിയാണ് നാമജപവും പ്രാണായാമാദി ക്രിയകളും ഋഷിപുങ്കവന്മാർ കണ്ടെത്തിയത്. ഋഷിവാക്യങ്ങളൊന്നും പതിരുള്ളവയല്ലല്ലോ, അല്ലേ? ഒരു ഋഷിവാക്യത്തിലും പതിരില്ല. അവർ പറയുന്നത് 100% ആപ്റ്റാണ്, സത്യമാണ്. സത്യാധിഷ്ഠിതമായ വാക്കുകളെ ഋഷീശ്വരന്മാരുടെ നാവിലുണരുകയുള്ളൂ, അല്ലേ? അതാണ് സത്യം. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, 1, 2, 3 സന്താനങ്ങളെ ജനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വിചാരം എല്ലാ മനുഷ്യർക്കും പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും കൂടി സർവേശ്വരൻ പകർന്നു വെച്ചത്. കാരണം സൃഷ്ടി നടക്കണം. സൃഷ്ടി നിലച്ചു പോയാൽ ലോകമേയില്ല. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ കാണുന്നിടത്തൊക്കെ പോകാനും കാണുന്ന സ്ത്രീകളുമായി ഇടപെടാനും സ്ത്രീകളും പുരുഷനും അവരുടെ ക്ഷണികമായ സുഖത്തിന് വേണ്ടി പാപങ്ങൾ ചെയ്യാനുമല്ല. എന്തു ചെയ്താലും അറിയേണ്ട ഈശ്വരൻ അറിയും, അല്ലേ? ഈശ്വരൻ സർവ്വവ്യാപിയാണ് എന്ന വാക്ക്, മഹാദേവൻ സർവ്വവ്യാപിയാണെന്ന് ആചാര്യന്മാർ പറയാൻ കാരണം ഇതാണ്. ഈശ്വരൻ മഹാദേവ ചൈതന്യമില്ലാതെ ഒരു ഉറുമ്പ് പോലും ഈ ലോകത്ത് ചലിക്കില്ല, ഒരു പുൽക്കൊടി പോലും വളരത്തില്ല. അപ്പം അറിയണമെങ്കിൽ, ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ 14 ലോകവും നിറഞ്ഞു നിൽക്കുന്ന ആ മഹാശക്തിയുടെ സാന്നിധ്യം എല്ലായിടത്തുണ്ട്. ജനാലകളും വാതിലുകളും അടച്ചിട്ടിട്ട് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു തെറ്റ് ചെയ്താൽ ഈ ലോകത്ത് ആരും അറിയില്ല എന്ന് വിചാരിക്കുന്നതിലപ്പുറം മൂഢത്തരം വേറെ ഒന്നുമില്ല. അറിയേണ്ടവരറിഞ്ഞു, അല്ലേ? അറിഞ്ഞു കഴിഞ്ഞു. അവരുടെ വിധിയാകുന്ന പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിനുള്ള ശിക്ഷ അവർ അനുഭവിച്ചു തന്നെയാകണം, ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ. ഇപ്പോൾ ശിവദർശനത്തിലേക്ക് വരികയാണെങ്കിൽ, ശിവദർശനത്തിൽ ശിവന്റെയും പാർവതിയുടെയും ഗണപതിയുടെയും മുരുകൻ്റെയും മാത്രം കഥയല്ല അതിനകത്ത്. അതിനകത്ത് പ്രധാനമായിട്ട് ഒന്ന് പതിവ്രത ധർമ്മോപദേശം എന്ന് പറഞ്ഞൊരു അധ്യായം എഴുതിയിട്ടുണ്ട്. പതിവ്രത എന്ന വാക്കിനെ കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് നേരം വെളുത്താലും തീരില്ല. പതിക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി
വ്രതം നോറ്റ് ജീവിക്കുന്നവൾ എന്നൊരർത്ഥമുണ്ട്. ഇനി മറ്റൊന്ന്, ഭർത്താവിന് വേണ്ടി മാത്രം തൻ്റെ ചാരിത്രവും തൻ്റെ മനസ്സും ശരീരവും ചിന്തകളും സങ്കല്പങ്ങളും കർമ്മങ്ങളും ഒഴിഞ്ഞു വച്ചവൾ, ഡെഡിക്കേറ്റ് ചെയ്തവൾ, സമർപ്പിക്കപ്പെട്ടവൾ അല്ലേ എന്നാണ് ആ വാക്കിനർത്ഥം. അപ്പം അതിനകത്തൊരു പതിവ്രതാ ധർമ്മത്തിൻ്റെ കണക്കിൽ, അതായത് മഹാദേവൻ പാർവതീദേവിയെ കല്യാണം കഴിച്ച് ഹിമാലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ ഒരു കാര്യം നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ പ്രപഞ്ച ഭരണകർത്താക്കളിൽ, പ്രപഞ്ച ശക്തികളിൽ 33 കോടി ദേവതകളും 66,000 ഋഷീശ്വരന്മാരും പഞ്ചഭൂതങ്ങളും പഞ്ചപ്രാണങ്ങളും സൂര്യചന്ദ്രന്മാരും നക്ഷത്ര സമൂഹങ്ങളും അഷ്ടദിക്പാലകന്മാരും അടങ്ങുന്ന മുഴുവൻ പ്രപഞ്ച ശക്തികളും പങ്കെടുത്ത ഒരൊറ്റ വിവാഹമേ ലോകത്ത് നടന്നിട്ടുള്ളൂ. അത് ശിവപാർവതി പരിണയമാണ്. ഏത്? ശിവപാർവതി പരിണയം. പ്രപഞ്ചത്തിലെ മുഴുവൻ ശക്തികളും 66,000 ഋഷീശ്വരന്മാരും അവിടെ സാന്നിധ്യം കൊണ്ടു. 33 കോടി ദേവതകളും അവിടെ വന്നു. പഞ്ചഭൂതങ്ങളും പഞ്ചപ്രാണങ്ങളും അവിടെ വന്നു. സൂര്യചന്ദ്രന്മാർ പ്രപഞ്ചശക്തികളാണ്. സൂര്യചന്ദ്രന്മാരും ആദി ജ്യോതിസ് എന്ന് പറയുന്ന അഗ്നി ഭഗവാനും ഉൾപ്പെടെ സകല പേരും വന്നു. ഇന്ദ്രാദി ദേവന്മാർ വന്നു. അതാണ് പറഞ്ഞത്, പ്രപഞ്ചത്തിലെ മുഴുവൻ ശക്തികളും പങ്കെടുത്ത ഒരേ ഒരു വിവാഹം മഹാദേവ പാർവതി സംഗമമാണ്. ആ വിവാഹമാണ്, പരിണയമാണ്. അതിൽ പങ്കെടുക്കാതെ മാറി നിന്ന ഒരൊറ്റ ആളുണ്ട്. മാറി നിന്നതല്ല, ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തെക്കേ ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നു ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ. കാരണം ഇത്രയും ദേവന്മാരും പ്രപഞ്ചശക്തികൾ മുഴുവനും ഒരിടത്ത് ചെന്നപ്പോൾ, ഹിമാലയത്തിൽ നിന്നപ്പോൾ ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് വ്യത്യാസം വന്നു. മഹാദേവൻ പെട്ടെന്ന് ആരെ വിളിച്ചു? അഗസ്ത്യ മുനീശ്വരനെ വിളിച്ചു. അഗസ്ത്യരോട് പറഞ്ഞു, താങ്കൾ എത്രയും പെട്ടെന്ന് തെക്കേ ഇന്ത്യയിലെത്തണം. കേരളത്തിലാണല്ലോ വന്നത്, ഇപ്പോഴും ഉണ്ടല്ലോ അദ്ദേഹം, ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണല്ലോ. ആ അഗസ്ത്യ മുനി തെക്കേ ഇന്ത്യയിലേക്ക് വന്നു. അപ്പം ഭഗവാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെയും പാർവതീദേവിയുടെയും പ്രപഞ്ചമാതാവായ ദേവിയുടെയും ഏറ്റവും പവിത്രമായ ഈ മംഗല്യമുഹൂർത്തം കാണാൻ എനിക്ക് ഭാഗ്യമില്ലാതായല്ലോ പ്രഭു എന്ന് പറഞ്ഞപ്പം മഹാദേവൻ പറഞ്ഞത്, ഞങ്ങളുടെ പരിണയം കഴിഞ്ഞാൽ ഞാൻ ആദ്യം വന്ന് കാണുന്നത് നിന്നെയായിരിക്കും. ഞാൻ ദേവിയോടൊപ്പം തന്നെ വരുന്ന് നിനക്ക് ദർശനം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷവാനായി അഗസ്ത്യമുനി തെക്കേ ഇന്ത്യയിലേക്ക് വന്നു. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാരം കൂടിയ ആളെന്നാണല്ലോ അഗസ്ത്യരെക്കുറിച്ച് പറയുക. പൊക്കം കുറവും ഭാരം കൂടുതലുമാണ്. അദ്ദേഹത്തിൻ്റെ കമണ്ടലുവിൽ എത്രയോ കാലം കാവേരി നദി സുഖമായി ഉറങ്ങിയില്ലേ. അപ്പം അദ്ദേഹം മഹാദേവൻ തന്നെ. അഗസ്ത്യമുനി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തുകൊള്ളുക, അത് മഹാദേവൻ തന്നെ. അപ്പം വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ ഭഗവാനും ദേവിയെ ആദ്യം പോയി കണ്ടതാരെയാണ്? അഗസ്ത്യരെയാണ്. ദർശനം കൊടുത്തു, സന്തോഷമായി അഗസ്ത്യർക്ക്. അപ്പം അദ്ദേഹം ഒഴികെ മുഴുവൻ പേരും പങ്കെടുത്ത വിവാഹമാണ്. വിവാഹം പങ്കെടുത്തു കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് ഹിമാലയത്തിൽ വരികയും ചെയ്തു. ഹിമാലയത്തിൽ വന്നപ്പോൾ ദേവിയും മഹാദേവനും അങ്ങനെ നിൽക്കുകയാണ്. രണ്ട് തിളങ്ങുന്ന സൂര്യബിംബങ്ങൾ പോലെ നിൽക്കുകയാണ്. പാർവതിയുടെ പ്രായം അറിയാമല്ലോ, 16 വയസ്സാണ്. അതായത് നവയൗവനത്തിൻ്റെ എല്ലാ പ്രൗഢിയും എല്ലാ തേജസ്സും എല്ലാ പകിട്ടും നിറഞ്ഞു നിൽക്കുന്ന ദിവ്യമായ പവിത്രമായ സന്ദർഭം. ആ സന്ദർഭത്തിൽ അതേ ദേവിയിൽ നിന്ന് പതിയായ പ്രാണനാഥനായ ഭഗവാന്റെ അടുത്ത് നിൽക്കുന്ന 16-കാരിയായ നവോഠയായ പാർവതിയുടെ ശരീരത്തിൽ നിന്ന് 60 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മധ്യവയസ്ക അവതീർണയാവുകയാണ്. എന്നിട്ട് ആ 60 വയസ്സുകാരിയായ ദേവി പരാശക്തിയായ 16-കാരിയായ പാർവതിക്ക് ധർമ്മോപദേശം കൊടുക്കുകയാണ്. വളരെ നല്ല ഭാരതത്തിലെ അമ്മമാർ, സ്ത്രീ ജനങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു തത്വമാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്, പതിവ്രതാ ധർമ്മോപദേശം. അപ്പോൾ ഈ 60 വയസ്സുകാരി പാർവതീ ദേവിയോട് പറയുകയാണ്, കുഞ്ഞെ, ഞാൻ നിനക്ക്, നീ ഇപ്പോൾ ഹിമവാന്റെ പുത്രിയായി അവതരിച്ച് അവിടുന്ന് ഇപ്പോൾ ഭഗവാന്റെ ധർമ്മപത്നിയായിരിക്കുകയാണല്ലോ, ഞാൻ നിനക്ക് പതിവ്രതാ ധർമ്മോപദേശം എന്താണെന്ന് പറഞ്ഞു തരാം.
നീ സശ്രദ്ധം കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞിട്ടാണ് ഈ പതിവ്രത മഹാത്മ്യം എന്ന് പറയുന്ന 8 വരി അടങ്ങുന്ന ശ്ലോകം ചൊല്ലിയിട്ട് അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനിക്കുന്നത്. ധന്യ പതിവ്രത നാരി നാന്യ പൂജ്യ വിശേഷത പാവനി സർവലോകാനാം സർവപാപൗക നാശിനി സേവതേയ പതിം പ്രേംണ പരമേശിവ വച്ചിവേ ഇഹമുക്ത ലീലാൻ പോകാൻ അന്തേവത്യ ശിവാംഗതിം. ഇതാണ് 8 വരി. ഈ 8 വരി അടങ്ങുന്ന ശ്ലോകം നമ്മൾ നന്നായി വിശദീകരിച്ച് പകുത്തെടുത്താൽ 1000 പേജുള്ളൊരു പുസ്തകം എഴുതാം. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോയി, ഇതൊക്കെ എന്താണ് ഈ മനുഷ്യരുന്ന് വിളിച്ചു പറയുന്നതെന്ന്. ഞാൻ പറയുന്നത് സത്യമാണ്. ഓരോ വാക്കും എടുത്താൽ അതിനകത്ത് വിശദീകരിക്കാൻ ധാരാളം അനേകം മാനങ്ങളുണ്ട്, അർത്ഥതലങ്ങളുണ്ട്, അതിവിസ്തൃതമായ അർത്ഥതലങ്ങളുണ്ട് അതിനകത്ത്. വലിയൊരു ഫിലോസഫിയാണല്ലേ? വലിയൊരു ഫിലോസഫിയാണ്. പിന്നെ എ ഗ്രേറ്റ് ഫിലോസോഫിക്കൽ ഐഡിയ ബീയിങ് എക്സ്പ്ലൈൻഡ്. ഏറ്റവും ഗംഭീരമായ ഒരു ഫിലോസഫിയാണ് ധന്യ പതിവ്രത നാരി. അതൊന്ന് എടുത്തു നോക്കണം. പതിവ്രതയായിരിക്കും. ഞാൻ പതിവ്രത വാക്കിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞല്ലോ. ധന്യ പതിവ്രത നാരി. നമ്മളൊന്നും അതിൻ്റെ അർത്ഥം വിശദീകരിക്കാൻ ആളല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കടൽ പോലെ കിടക്കുന്ന, അനന്തമായി കിടക്കുന്ന ഈ ജ്ഞാനസമുദ്രത്തിൻ്റെ തീരത്ത് ചിപ്പി പറക്കി കളിക്കുന്ന ഒരു കുഞ്ഞ് മാത്രമാണ് എന്നെ സംബന്ധിച്ച് എനിക്കറിയാം. അത് നമുക്കൊന്നും അറിയില്ല. പക്ഷേ നമ്മൾ ഈ പറയുന്നത് അതിൻ്റെ ഭൗതിക അർത്ഥതലം മാത്രമാണ്. ആത്മീയ അർത്ഥമൊക്കെ പറയണമെങ്കിൽ അത് ഋഷീശ്വരന്മാർക്കേ കഴിയൂ. അത്രയും വലിയ ജ്ഞാനി വേണം, ജ്ഞാനസമ്പത്തുള്ളവർക്ക് പറ്റൂ. കൂടാതെ വേദമാതാവായ സരസ്വതീ ദേവിയുടെ മഹാ അനുഗ്രഹത്തിന് പാത്രമായിട്ടുള്ളവർക്കേ അത് കഴിയൂ. അല്പജ്ഞാനികൾക്ക് അത് സാധ്യമല്ല. അപ്പം ധന്യ പതിവ്രത നാരി. ധന്യ എന്ന വാക്ക് മാത്രം എടുത്താൽ നമുക്ക് എത്രമാത്രം അർത്ഥങ്ങൾ പറയാം. അല്ലേ? പുണ്യം ചെയ്തവൾ, അല്ലേ? സുഹൃതം ചെയ്തവൾ. സുഹൃതം എന്ന് പറയുന്ന വാക്ക് വീണ്ടും അതിൻ്റെ അർത്ഥത്തിലേക്ക് പോകും. അങ്ങനെ പോയാൽ ഞാൻ പറഞ്ഞല്ലേ ഒത്തിരി നമുക്ക് പറയേണ്ടി വരും. എന്തായാലും അതിൻ്റെ ഭാഗ്യത അർത്ഥം നമുക്കൊന്ന് ചിന്തിക്കാം. ധന്യ പതിവ്രത നാരി. നാരി എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നാണല്ലോ. പാതിവൃത്യ മഹത്വത്തോടു കൂടി, അതായത് ഭർത്താവിന് വേണ്ടി മാത്രം ഒരു ലോകത്ത് ഇപ്പം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പതിവ്രത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ നമുക്കാവില്ല. അന്യപുരുഷന്മാരെ, സുന്ദരന്മാരായ പുരുഷന്മാരെ കാണുമ്പോൾ അവരുമായി ഒന്ന് സംഗമിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ചിന്തിക്കാത്ത ഏതെങ്കിലും ഒരു സ്ത്രീ ഈ ലോകത്തുനിന്ന് കാണുമായിരിക്കും. അത്രയും വലിയ തപസ്വിനികളായിട്ടുള്ള, അല്ലേ, മഹാതപസ്വിനികളായിട്ടുള്ള. ഞാൻ മഹാതപസ്വിനി എന്ന് പറയുമ്പം എന്തിനാണ് ചിരിച്ചതെന്ന് എന്താ ചോദിക്കാത്തത്? എൻ്റെ അടുത്ത ഞാൻ എഴുതി വച്ചിരിക്കുന്ന ഏറ്റവും ഭാരതീയ ദർശനങ്ങൾ ശരിക്കും ഉൾക്കൊള്ളുന്നൊരു കൃതിയാണ് മഹാതപസ്വിനി. മഹാതപസ്വിനി ഭാരതത്തിലെ ഒരു സ്ത്രീയെ ഉദ്ദേശിച്ച് എഴുതിയതാണ്. അത് ആ സ്ത്രീ ആരാണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും പറയാൻ പറ്റുമോ?